നമസ്കാരം. സ്പെസിയ ഡയറിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ മാഗി കൊണ്ടുള്ള 2 ഫ്യൂഷൻ ആയിരുന്നു. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ നെക്സ്റ്റ് വീഡിയോയും മാഗി കൊണ്ടുള്ള 2 ഫ്യൂഷനാണെന്ന്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത 2 കിടിലൻ മാഗി റെസിപ്പിയാണ്. അതിലാദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ചീസ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ചീസ് മാഗിയാണ്. രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിരിയാണിയാണ്. അത് മാഗി കൊണ്ടുള്ള ഒരു ബിരിയാണി. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചീസ് മാഗി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. പാന് ചൂടായാലും ഒരു ചെറിയ പീസ് ബട്ടർ ചേർക്കുക. 2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിക്കുക. ബട്ടർ മെൽറ്റാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ബട്ടറും ഓയിലൊക്കെ ഒന്ന് ചൂടായാൽ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർക്കുക. 3-4 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കാപ്സിക്കം അരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത്, 1/4 കപ്പ് സ്വീറ്റ് കോൺ, കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. 3 കപ്പ് പാലൊഴിക്കുക. ഇനി ഇത് പാൽ തിള വരുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പാൽ തിള വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ഇനി ഇതിലേക്ക് 100 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്തിടുക. ഈ ചീസ് ഒന്ന് മെൽറ്റാവുന്ന വരെ മിക്സ് ചെയ്യുക. മെൽറ്റായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി നമുക്കിതിലേക്ക് 2 മാഗി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 നുള്ള് ഒറിഗാനോ, അതേ അളവിൽ തന്നെ ബാസിൽ, വൈറ്റ് പെപ്പർ, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഞാനിതിലേക്ക് കുറച്ചും കൂടി പാല് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം 2 കപ്പ് പാലാണ് മിക്സ് ചെയ്തത്. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ 3 കപ്പ് പാല് ചേർത്താൽ മതി. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് 2 മാഗി മസാല ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്ന് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് കുറച്ച് ഗ്രേറ്റ് ചെയ്തിടുക. ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചീസ് മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഈ മാഗി പകുതി ബൗളിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ചും കൂടി മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിടണം. ഈ ചീസ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മാഗി കൂടി നമുക്കിതിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ആദ്യത്തെ ഫ്യൂഷൻ ചീസ് മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഐറ്റം ബിരിയാണി മാഗി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി മാഗി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടായാൽ 2 ടീസ്പൂൺ ഗീയും 1 ടീസ്പൂൺ ഓയിലും ഇതിലേക്ക് ഒഴിക്കുക. ഗീയും ഓയിലും ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കുമിൻ സീഡ് ഇതിലേക്ക് ചേർക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു ബേ ലീവ്സ്, 2 ഏലക്ക, ഒരു കരയാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ഉണക്കമുളകും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു സവാള കനം കുറച്ചരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള കളർ ചേഞ്ച് ആവുന്നത് വരെയാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളകും കൂടി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പുതിന അരിഞ്ഞത്, 1/4 കപ്പ് ഗ്രീൻ പീസ്, 1/2 കപ്പ് കാപ്സിക്കം അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ തൈര്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ബോയിൽ ചെയ്തെടുത്തത്. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർക്കുക. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളി ഇട്ടതിന് ശേഷം ഏകദേശം 2 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല,
1/2 ടീസ്പൂൺ കസൂരി മേത്തി, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വെള്ളം തിളക്കുന്നത് വരെ കുക്ക് ചെയ്യുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 മാഗിയുടെ മസാല ചേർക്കുക. വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 മാഗി ആഡ് ചെയ്യാം. മാഗി ആഡ് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ആക്കിയതിന് ശേഷം ചെറിയ തീയിൽ ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം മാഗി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് സെർവ് ചെയ്യാം. ഈ മാഗി ബിരിയാണി സെർവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിയും കൂടി വറുത്തിട്ട് ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാഗി ബിരിയാണി നല്ലപോലെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയ മാഗി കൊണ്ടുള്ള 2 ഫ്യൂഷൻ ഐറ്റം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇത്തരത്തിലുള്ള വെറൈറ്റി റെസിപ്പി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതാത് സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.